ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. എലീശ പ്രവാചകൻ ഇതിനു മുൻപ് ഉയർപ്പിച്ച ശൂന്യംകാരുടെ മകനെ ഉയർപ്പിച്ച കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു. ആ സ്ത്രീയോട് പറഞ്ഞു, നീ നാട്ടിൽ നിന്ന് 7 വർഷത്തേക്ക് മാറി താമസിക്കണം. കാരണം ഈ നാട്ടിൽ വലിയ ക്ഷാമം വരാൻ പോവുകയാണ്. ആ ഭവനവുമായി എലീശായ്ക്ക് വളരെ സ്നേഹബന്ധമുണ്ടായിരുന്നു എന്നത് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ താൻ ഉയർപ്പിച്ച മകനെയും കൊണ്ട് ആ ശൂന്യകാരി സ്ത്രീ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ്. മരണത്തിൽ നിന്ന് തൻ്റെ മകനെ ഉയർപ്പിച്ച എലീശായുടെ വാക്കുകൾ വിശ്വസിക്കുവാൻ അവൾക്ക് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല. അവരുടെ അനുഭവമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് 7 വർഷത്തേക്ക് അവൾ മാറി താമസിച്ചു. അതിനുശേഷം ഈ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകിയതിന് ശേഷം 7 വർഷം കഴിഞ്ഞ് ക്ഷാമം അവസാനിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് മടങ്ങി വന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് 7 വർഷം മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ ഭവനവും സ്ഥലവും എനിക്ക് തിരികെ തരണമെന്ന് അപേക്ഷിക്കുന്നു. രാജാവ് കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ എലീശ പ്രവാചകൻ അറിഞ്ഞ് എലീശായുടെ ശിഷ്യനായ ഗേഹാസിയോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. എലീശ പ്രവാചകനെക്കുറിച്ച് രാജാവിനും അറിയാമല്ലോ. അദ്ദേഹം അവൾക്ക് ആ സ്ഥലം അവിടെ തിരികെ നൽകുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇതിലാണ് നമ്മൾ വായിക്കുന്നത്. ഇനി 7 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. സിറിയയിലെ ദമസ്കോസിലെ രാജാവായിരുന്ന ബിൻ ഹദാദ്, അദ്ദേഹത്തിന് ഒരു രോഗം അദ്ദേഹത്തിനെ പിടിപെട്ടു. അദ്ദേഹം തൻ്റെ ശിഷ്യനായിരുന്ന ഹസായേലിനോട് പറയുന്നു, നീ ചെന്ന് എലീശ പ്രവാചകനോട് ചോദിക്കുക, ഞാൻ ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകും. ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹം എലീശായ്ക്ക് കൊടുത്തുവിടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതായ ഈ ഹസായേൽ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ്റെ അടുത്ത് ചെന്ന രാജാവിൻ്റെ ആവശ്യം അവിടെ അറിയിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവൻ രോഗത്തിൽ നിന്ന് വിമുക്തനാകും, എന്നാൽ അവൻ മരിക്കും. അതിനുശേഷം അദ്ദേഹം ഈ ഹസായേലിനെ വളരെ സൂക്ഷിച്ച് അവൻ അസ്വസ്ഥനാകുന്നവരെയും സൂക്ഷിച്ച് നോക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. കാരണം അവൻ്റെ ഹൃദയം മനസ്സിലാക്കിയ പ്രവാചകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ പൊട്ടിക്കരയുകയാണ് പ്രവാചകൻ. അപ്പോൾ ഈ ഹസായേൽ ചോദിക്കുന്നു, പ്രവാചകൻ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, യഹൂദ രാജ്യത്തിൽ വരാൻ പോകുന്ന വലിയ വിപത്ത് ഓർത്തിട്ട് ഞാൻ കരയുകയാണ്. കാരണം നീ രാജാവിനെ കൊല്ലും. അതിനുശേഷം അവൻ പറയുന്നു, എനിക്കിവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ഞാനിപ്പോൾ ഒരു ശിഷ്യൻ മാത്രമാണ്, ഒരു ഭൃത്യൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, നീ രാജാവാകും. രാജാവായി കഴിയുമ്പോൾ നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. നീ കോട്ടകൾക്ക് തീ വയ്ക്കുകയും യുവാക്കന്മാരെ വാളിനിരയാക്കുകയും പൈതങ്ങളെ നീ നിഷ്ഠൂരം കൊന്നുകളയും, ഗർഭിണികളുടെ വയറ് നീ പിളർക്കുകയും ചെയ്യും. അവൻ ചോദിച്ചു, എനിക്കിതെങ്ങനെ സാധിക്കും? അപ്പോൾ പറഞ്ഞു, നീ ഒരിക്കൽ രാജാവാകുമെന്ന് നീ ഇതൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ആ രാജ്യത്തിന് വരാൻ പോകുന്നതായ ദുരന്തങ്ങളെ മുന്നമേ കണ്ടിട്ടാണ് പ്രവാചകൻ ഇവിടെ കരയുന്നത്. അധികാരം ലഭിക്കുന്നവരെയും പല ആളുകളും വളരെ നല്ലവരായും താഴ്മയുള്ളവരായും വിനയമുള്ളവരായും ഒക്കെ നമുക്ക് തോന്നും. അധികാരം കൈ കിട്ടിക്കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് പഴയതെല്ലാം അവർ മറന്നിട്ട് വെറും നിഷ്ഠൂരന്മാരായി ദൈവമില്ലാത്തവരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യം സഭയിലും സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രവാചകന് അത് മുൻകൂട്ടി അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. ആ ദേശത്തിന് വരാൻ പോകുന്ന
നാശത്തെ ഓർത്ത്. യെരുശലേം ദേവാലയത്തിലും യെരുശലേമിനും വരാൻ പോകുന്ന നാശത്തെ ഓർത്തിട്ട് നമ്മുടെ കർത്താവ് ദേവാലയത്തെ നോക്കി കരഞ്ഞ കാര്യവും വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിനത് മുന്നമേ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയും അതിനുശേഷം അതിലെ 16 മുതലുള്ള ഭാഗങ്ങളെ യഹൂദ രാജാവായ യഹോറയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആഹാബിൻ്റെ പുത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ആഹാബിൻ്റെ വഴി തന്നെ അദ്ദേഹവും സ്വീകരിച്ചു. ബിംബാരാധനയും ആളുകളോട് ദയയില്ലാത്തൊരു മനോഭാവവും ആ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 25 വാക്യങ്ങളിൽ യൂദാ രാജാവായ അഗസ്യായെക്കുറിച്ച് പറയുന്നു. അദ്ദേഹവും ആഹാബിൻ്റെ വഴികളിൽ തന്നെ ഇത് നടന്നു എന്നുള്ളതാണ്. യഹോറാമിൻ്റെ ഭാര്യ ആഹാബിൻ്റെ മകളായിരുന്നുകൊണ്ട് ആ വഴി പോയി ഇദ്ദേഹവും ആ വഴി തന്നെ വീണ്ടും പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യന് അധികാരവും സമ്പത്തും വർദ്ധിക്കുമ്പോൾ അവൻ പാപത്തിലേക്കും നീചപ്രവൃത്തികളിലേക്കും മനുഷ്യൻ പോകും. കാരണം അധികാരം ലഭിക്കുമ്പോൾ പിശാചാണ് അവരിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് ഇരിക്കുക. കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നാളത്തെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥനയില്ല. കാരണം നാളെ ദൈവത്തിലേക്കുള്ള ഒരു വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടാകണമെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുക. ആ ബന്ധം എങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കുകയുള്ളൂ. സമ്പത്തും അധികാരവും വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മറക്കുകയും ദൈവമില്ലാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ദൈവമേ അന്നന്ന് ആവശ്യമുള്ള അപ്പം തന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന പോലെ എന്നെ ധനവാനും ദരിദ്രനുമാക്കരുതേ കർത്താവേ. ധനവാനായി നീ ആരെന്ന് ചോദിപ്പാനും ദരിദ്രനായി മോഷ്ടിച്ച് നിൻ്റെ കൽപ്പന ലംഘിക്കുവാനും എനിക്കിടയാവരുതേ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നത്. അപ്രകാരം ദൈവത്തിന് സമർപ്പിച്ച് ഇന്നല്ലേ നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ, സമർപ്പണബോധത്തോടെ, ദയവോടെ, താഴ്മയോടെ, വിനയത്തോടെ ജീവിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.